ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചീസി ക്യാപ് ചിക്കൻ. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: ഒരു ഗ്രീൻ ക്യാപ്സിക്കം, ഒരു റെഡ് ക്യാപ്സിക്കം, ഒരു യെല്ലോ ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി, ഒരു തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. ചീസി ക്യാപ് ചിക്കൻ ഉണ്ടാക്കാൻ ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ചീസി ക്യാപ് ചിക്കൻ ഉണ്ടാക്കാൻ ഈ ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ചീസാണ്. 2 ഷീറ്റ് ചീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് മിൽക്ക് മിസ്റ്റിൻ്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കത്തിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതിന് ശേഷം മാത്രമേ നമ്മളിനി അടുത്തിടുള്ളൂ. വെളുത്തുള്ളി അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി ഇടുകയാണ്. ഇതും ഇനി ഇവിടെ കടന്ന് മൂക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുകയാണ്. ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള മാത്രം ഉപ്പിടുകയാണ്. ഉള്ളി അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ തക്കാളി ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല അതും കുറച്ചിട്ടാൽ മതി. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ക്യാപ്സിക്കാണ് ഇടാൻ പോകുന്നത്. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം പിന്നെ അധികം ഒന്നും വേവണ്ട. ഇത് 3 കളറ് ക്യാപ്സിക്കം ഇടുക. 3 കളറ് ക്യാപ്സിക്കം അത് നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള ഡിഷാണ്. നല്ല മണം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ക്യാപ്സിക്കമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇടുകയാണ്. ഇനിതാ ചിക്കനും ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ചീസ് ഇതിൽ കിടന്ന് മെൽറ്റാവും.
ചീസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചീസി ക്യാപ്സിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഡിഷ് നല്ല കളർഫുള്ളാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം.